കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 മൂന്നാർ പൂപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ബിനീഷ് ആന്റണി നൽകും. ബിനീഷ്, മലയോര മേഖലയിൽ ഇപ്പോൾ എന്താണ് മഴയുടെ ഒരു സ്ഥിതി? അവിടുത്തെ ഈ പൂപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ലിബീഷ്, നിലവിൽ പൂപ്പാറ ഗ്യാപ് റോഡ് മാത്രമല്ല നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുക. നിയന്ത്രണമല്ല, മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്യാപ് റോഡടക്കം ഇന്നലെ രാത്രി കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ ഗ്യാപ് റോഡിലെല്ലാം തന്നെ വ്യാപകമായി മണ്ണിടിഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഗ്യാപ് റോഡ് മാത്രമല്ല, ദേവികുളം ദേശീയപാതയിലടക്കം തന്നെ മണ്ണ് വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ പള്ളിവാസൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസൽ സമീപം ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ പൂർണ്ണമായും മൂന്നാർ ഒറ്റപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ഈ മൂന്ന് ഭാഗങ്ങളിലും മൂന്നാർ ഉരുൾപ്പെട്ട അന്തർ സംസ്ഥാന പാതയിൽ രണ്ടിടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. കന്നിമല ഭാഗത്തും അതോടൊപ്പം തന്നെ എട്ടമൈൽ ഭാഗത്തും രണ്ട് ഭാഗങ്ങളായി മണ്ണിടിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നടന്ന ഭാഗത്ത് ദേവകുളത്തും ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നടന്നു പോകുന്ന പള്ളിവാസൽ സമീപത്തും മണ്ണിടിച്ചിരിക്കുന്നു. ഈ മൂന്ന് ഭാഗവും അടഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തന്നെ നിലച്ചു എന്ന് വേണം തന്നെ പറയാൻ. അതുകൊണ്ട് തന്നെ മൂന്നാറിലേക്കുള്ള ഒരു ബസ്സുകളോ യാതൊരുവിധ വാഹനങ്ങളോ KSRTC സർവീസ് അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ചെയ്ത കനത്ത മഴയിൽ പല കൈത്തോടുകളും നിറഞ്ഞ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. കൂടാതെ പഴയ മുതിരപ്പുഴയടക്കം നിറഞ്ഞ പല വീടുകളും റോഡുകളും അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. കൂടാതെ വട്ടയാറിൽ ഒരു വീട് ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആയാലും ഇപ്പോൾ മൂന്നാറിൽ അല്പം മഴയ്ക്ക് ശമനമുണ്ടെന്ന് പറയാം. ഹെഡ് വർക്സ് ഡാം അണക്കെട്ട് ഇന്നലെ രാത്രി രണ്ട് ഷട്ടറുകൾ തുറന്നതോടെ തന്നെയാണ് ഈ മുതിരപ്പുഴയാറുള്ള നീരൊഴുക്ക് കുറഞ്ഞ് വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയതെന്ന് വേണം പറയാൻ. സ്കൂളുകളുടെ ഭാഗത്തെല്ലാം തന്നെ പൂർണ്ണമായി വെള്ളം കയറിയിരുന്നു. ദേവികുളം ഭാഗത്തും കനത്ത നാശം തന്നെയാണ് മഴ വിതച്ചത്. ഇവിടെയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ പല വീടുകളിൽ നിന്നും ഇന്നലെ ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യം തന്നെ നിലവിൽ ഉണ്ടായിരുന്നു. പല ആളുകളെയും ക്യാമ്പിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് ശമനമുണ്ടെന്ന് പറയാം. പക്ഷേ മൂന്നാർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം മൂന്ന് അന്തർ സംസ്ഥാന പാതയും ദേശീയപാതയും അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോഴും മണ്ണ് മാറ്റിയാൽ മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുക. ചരക്ക് വാഹനങ്ങൾ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബസ് സർവീസുകൾ വരേണ്ടതായിട്ടുണ്ട്. പല ഭാഗങ്ങളിലും മണ്ണിടിച്ചൽ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് യാത്രയ്ക്കും കൂടുതലായി ജാഗ്രത പുലർത്താൻ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി യാത്ര പരമാവധി നിരോധിക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ആളുകൾക്ക് സൂചന ലഭിക്കുന്നത്. ഏതായാലും കല്ലാർകുട്ടി ഡാമും തുറന്നിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഏതായാലും മുതിരപ്പുഴയാറിനെ അപേക്ഷിച്ച് വെള്ളം കരകവിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്ന രാത്രി അടക്കം റോഡടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഏതായാലും മലയോര മേഖലയെ അപേക്ഷിച്ച് വളരെ ആശങ്കയോടെയാണ് ഇന്നലെ ഒരു രാത്രി കഴിഞ്ഞു കൂട്ടിയത്. കാരണം പെട്ടിമുടി ദുരന്തവും ഈ പെട്ടിമുടി ദുരന്തം അപേക്ഷിച്ച് ഇന്നും ആളുകളുടെ മനസ്സിൽ ഒരു മുറിവ് തന്നെയാണ് പെട്ടിമുടി ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയോട് തന്നെയാണ് ഇന്നത്തെ ഒരു രാത്രി തള്ളി നീക്കിയതെന്ന് വേണം പറയാൻ. ശക്തമായ മഴ തന്നെയായിരുന്നു രാത്രിയും ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. മുതിരപ്പുഴയാറിലെ നീരൊഴുക്ക് കുറയുന്നൊരു സ്ഥിതിവിശേഷത്തിലെത്തി. ഹെഡ് വർക്സ് ഡാമിന്റെ അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുതിരപ്പുഴയാറിലെ നീരൊഴുക്ക് ഇപ്പോൾ മാധ്യമമായി വീടുകളിൽ നിന്ന് ഉള്ള വെള്ളം വലിഞ്ഞ് മുതിരപ്പുഴയാറിലെ വെള്ളം കൂടുതൽ സ്ഥിതിയിലുണ്ട്. എന്നാലും വീടുകളിലേക്ക് കൈത്തോടുകളെല്ലാം നിറഞ്ഞ് വീടുകളിലേക്ക് കയറുന്ന സ്ഥിതി ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് പറയാൻ. ഏതായാലും ഇനി മഴ ശക്തി പ്രാപിച്ചാൽ തീർച്ചയായും വലിയ രീതിയിലേക്കുള്ള ഒരു പുഴ കവിഞ്ഞ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ഈ ദേശീയപാതയിൽ അടക്കമുള്ള മണ്ണുകൾ മാറ്റിയ ശേഷമായിരിക്കും ഗതാഗതം പ്രസ്താവിക്കാനാവും. ഗ്യാപ് റോഡിലടക്കം വലിയ പാറക്കല്ലടക്കം വീണു എന്ന് വേണം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ആ പാറ പൊട്ടിച്ചു നീക്കിയാൽ മാത്രമായിരിക്കും ഈ മേഖലയിലൂടെ പൂപ്പാറ അടക്കമുള്ള മേഖലയിലൂടെയുള്ള യാത്ര സാധ്യമാകൂ. ഏതായാലും ഇപ്പോൾ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏതായാലും ഒരു നിയന്ത്രണം ഈ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നത് ഒരു ആശങ്ക മാറി നിൽക്കുന്ന പോലെ തന്നെയാണ്. ഈ മണ്ണ് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു?
തീർച്ചയായും മണ്ണ് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇനി JCB എല്ലാം വന്ന ശേഷമായിരിക്കും ഓരോ മേഖലയിലെ ഓരോ ദേശീയപാതയും അന്തർ സംസ്ഥാന പാതയിലടക്കമുള്ള മണ്ണുകൾ നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മണ്ണ് വീണിരിക്കുന്നത് ഭാഗം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ്പ് റോഡിലും അതോടൊപ്പം തന്നെ ദേവികുളം ദേശീയപാതയിലുമാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ പാതയിലെ ദേവികുളത്തെ ഭാഗത്തെ മണ്ണിടിച്ചിൽ നീക്കം ചെയ്താൽ തന്നെ ഗ്യാപ്പ് റോഡിലെ വലിയൊരു പാറ തടസ്സമായി നിൽക്കുന്നു. ഈ ഭാഗത്തെ ഈ പാറ പൊട്ടിച്ചു നീക്കേണ്ടതായിട്ടായിരിക്കും ഒരു നിഗമനം ഉണ്ടായിരിക്കുക. ഏതായാലും പാറ പൊട്ടിച്ചു നീക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് ഈ സമയത്ത് അത് നടക്കാൻ സാധ്യതയല്ല. മഴ മാറുന്ന സ്ഥിതിക്കായിരിക്കും പാറ പൊട്ടിച്ചു നീക്കാനുള്ള ഒരു നടപടി ഉണ്ടാവുക. കൂടാതെ ഈ ഭാഗത്ത് ഇതൊരു ഗതാഗതം നിയന്ത്രണം തന്നെ ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഏതായാലും മറ്റൊരു പാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി അന്തർ സംസ്ഥാന പാതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 8-ാം മൈലിലും അതോടൊപ്പം തന്നെ കന്നിമലയ്ക്കും സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിൽ മാറ്റാനുള്ള ഒരു നടപടി ഉടനെ തന്നെ ആരംഭിക്കും. ഈ ഭാഗത്തെ പാത തുറന്നു കൊടുക്കാനുള്ള നടപടി എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പള്ളിവാസൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി ധനുഷ്കോടി പള്ളിവാസൽ ഭാഗത്താണ് മലയിടിച്ചിൽ. അത് മലവെള്ളപ്പാച്ചൽ പോലെയാണ് ഈ മണ്ണിടിഞ്ഞ റോഡിലേക്ക് മലവെള്ളപ്പാച്ചലായിരിക്കാം എന്നാണ് പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് റോഡിലേക്ക് കല്ലും മണ്ണും മരവും അടക്കം വന്ന് പതിച്ചിരിക്കുന്നത്. ഈ ഭാഗം നീക്കിയാൽ മാത്രമായിരിക്കാം ബാക്കിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക. കൂടാതെ നേരിമംഗലം ഭാഗത്തും പല സ്ഥലങ്ങളിലും നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സമയം എടുത്തേക്കാം ഈ പാത തുറന്നു കൊടുക്കാനുള്ള ഈ മണ്ണ് മാറ്റാനുള്ള പ്രക്രിയ സമയം പിടിച്ചേക്കാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രണ്ട് പാതകളിലും ഉടനെ തന്നെ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെ അപേക്ഷിച്ച് ഗ്യാപ്പ് റോഡിന്റെ ഭാഗത്ത് മാത്രമായിരിക്കും ഈ മഴ വരുന്നതോടെ ഒരു നിയന്ത്രണത്തിലേക്ക് മഴ ശക്തമായാൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത്. ശരി ബിനീഷ്, കനത്ത മഴയിലും മണ്ണിടിച്ചിലും മൂന്നാർ ടൗൺ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.